ഹലോ നമസ്കാരം ഗൈസ്, നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ജിലേബിയാണ്. ജിലേബി ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. 10-15 മിനിറ്റിനുള്ളിൽ നമുക്ക് ജിലേബി ഉണ്ടാക്കാം. അപ്പോൾ ജിലേബി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോസ് കാണുന്ന ആൾക്കാർ, എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 60% ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ്. അപ്പോൾ ഇനി വീഡിയോസ് കാണുന്ന ആൾക്കാർ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ താഴത്തുള്ള ബെൽ ബട്ടൺ അമർത്തണം, എങ്കിലേ നമ്മുടെ നോട്ടിഫിക്കേഷൻ എല്ലാം കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും 15 മിനിറ്റിനുള്ളിൽ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ളൊരു 4 കൂട്ടം 3 കൂട്ടം ഐറ്റംസ് വെച്ചിട്ട് ജിലേബി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. 3 കൂട്ടം ഐറ്റം മതി നമുക്ക് ജിലേബി ഉണ്ടാക്കാൻ വേണ്ടി. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കാം. ഇത് നമ്മളുടെ ഉഴുന്നുമാവാണ്. നമ്മൾ തലേ ദിവസം അരച്ച് വെച്ചേക്കുന്ന ഉഴുന്നും അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം അരിയും കൂടി ചേർത്തരച്ച നമ്മൾ ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ എടുക്കുന്ന മാവാണിത്. പിന്നെ അപ്പോൾ മാവ് അരച്ചത് നമുക്ക് വേണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ലേശം മഞ്ഞപ്പൊടി ഓപ്ഷണലാണ്. കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞപ്പൊടി ഇടാം, അല്ലെങ്കിൽ ഫുഡ് കളർ ഇടാം. ഇനി അത് കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കളറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മളുടെ ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ കുറച്ച് ഒരു ചെറിയ ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ. അതുപോലെ പിന്നെ നമുക്ക് വേണ്ട സാധനം പഞ്ചസാരയാണ്. പഞ്ചസാര നമുക്ക് ലായനിയാക്കാനുള്ളതാണ്. പിന്നെ നമുക്ക് ലേശം മൈദപ്പൊടി. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ മൈദപ്പൊടിയും ഈ മാവും കൂടി നമ്മൾ മിക്സ് ചെയ്യും. ഇത്രയും സാധനങ്ങൾ മതി നമുക്ക്. പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മൾ ഓയിലാണ് സാധനം ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മൈദയിലേക്ക് നമ്മളുടെ അരച്ച് വെച്ചേക്കുന്ന മാവ് ആഡ് ചെയ്യുക. ശരിക്കും മാവിൻ്റെയും മൈദയുടെയും കണക്കെന്ന് പറയുന്നത് നമ്മൾ 2 കപ്പ് മാവിന് 1 കപ്പ് മൈദ എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. മൈദപ്പൊടി ആഡ് ചെയ്യുന്നത് നമ്മൾക്ക് കുറച്ച് ഹാർഡ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൽ. അപ്പോൾ ചെറിയ രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒട്ടും മിക്സ് ആവുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ലേശം വേണമെന്നെങ്കിൽ ആഡ് ചെയ്യാം. ആവശ്യത്തിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മൾക്കിത് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഏകദേശം ഒരു ഒത്തിരി വെള്ളമായി പോകരുത്, എന്നാൽ ഒത്തിരി കട്ടിയായി പോകാത്ത അവസ്ഥയിൽ വേണം. അപ്പോൾ ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ഏത് അളവിലാണ് നമുക്ക് എടുക്കേണ്ടതെന്ന്. ഇതിൽ ഒത്തിരി വെള്ളം നമുക്ക് വേണ്ട. ഏകദേശം ഇപ്പം ഈ കാണുന്ന പാകത്തിൽ നമുക്ക് കിട്ടണം. ഈ ഒരു പാകത്തിൽ നമുക്ക് സാധനം വേണ്ടത്. ഈ ഒരു പാകത്തിൽ എടുത്തിട്ടാണ് നമ്മൾ ഒരു പാലിൻ്റെ കവറോ അല്ലെങ്കിൽ എണ്ണ കവറോ, ഇനി അതും അല്ലെങ്കിൽ നമ്മൾ ബേക്ക് ഐറ്റംസ് യൂസ് ചെയ്യുന്ന ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ട് നമുക്ക് അതിൽ ചെയ്തിട്ട് നമുക്കിത് ആ ഒരു ട്യൂബ് പോലെ അതിലേക്ക് ഞെക്കിയിടണം, എണ്ണയിലേക്ക് ഞെക്കിയിടണം. അങ്ങനെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം ഈ ഒരു രീതിയിൽ നമ്മളിത് മിക്സ് ചെയ്തെടുക്കുക. അതാണ് നല്ലത്. ഫുഡ് കളറിലും നല്ലത് മഞ്ഞപ്പൊടി ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ കളറിനനുസരിച്ച് നമുക്കിതിൽ മഞ്ഞപ്പൊടി ആഡ് ചെയ്യാം. മഞ്ഞപ്പൊടി ആഡ് ചെയ്ത ശേഷം നല്ലോണം മിക്സ് ചെയ്യുക. ഓരോ ആൾക്കാരുടെ കളറിനനുസരിച്ച് അത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒത്തിരി മഞ്ഞപ്പൊടി ആവേണ്ട ആവശ്യമില്ല. ഒത്തിരി മഞ്ഞപ്പൊടി ആയി കഴിഞ്ഞാൽ ഭയങ്കര കുത്തലായിരിക്കും മഞ്ഞപ്പൊടിയുടെ. അപ്പോൾ ഒത്തിരി ആവേണ്ട, ആവശ്യത്തിന് ആഡ് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഈ ഒരു രീതിയിലായി കഴിയുമ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ഇനി ലേശം ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത ശേഷം വേണമെങ്കിൽ നമ്മൾക്കൊരു 10 മിനിറ്റ് 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കുറച്ചും കൂടി ഒരു സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടും. വേണമെങ്കിൽ ഓപ്ഷണലാണ്, അല്ലെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ലോണം ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തിട്ട് നമ്മൾക്ക് അടുത്തത് ചെയ്യാനുള്ളത് നമ്മളുടെ പഞ്ചസാര ലായനി ഉണ്ടാക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ ഈ ജിലേബി വറുത്തെടുക്കുക. ഇതാണ് നമ്മുടെ പ്രോസസ്സ്. അപ്പം ജിലേബി വറുക്കാനിട്ടിട്ട് നമുക്ക് പഞ്ചസാര ലായനിയും കൂടി അതിൻ്റെ ഒപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ ജിലേബി വറുത്ത് കോരി നമുക്ക് നേരെ പഞ്ചസാര ലൈനിലേക്ക് ഇട്ട് പരിപാടി ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ചെയ്തേക്കണ ഈ മാവ് വെച്ചിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്യുന്നത്. അപ്പം നമ്മൾക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ മാവ് ഒരു പാൻ വെച്ചിട്ട് മാവിടാനുള്ള പാൻ ചൂടാക്കുക. അതിൻ്റെ ഒപ്പം തന്നെ സ്റ്റൗവിലാണെങ്കിൽ തൊട്ടടുത്ത അടുപ്പിൽ അല്ലെങ്കിൽ സ്റ്റൗ എന്തായാലും തൊട്ടടുത്ത് തന്നെ നമ്മൾ പഞ്ചസാര ലൈനിയും കൂടി ഒന്ന് ചൂടാക്കി വെച്ചേക്കുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നേരെ അതിലേക്ക് എടുത്ത് ഡിപ്പ് ചെയ്യുക. ഡിപ്പ് ചെയ്തൊരു 5 മിനിറ്റോളം ഡിപ്പ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോഴത്തേക്കും സംഭവം നല്ലോണം സക്ക് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് ഫ്രൈ ചെയ്യാൻ നേരത്തെ അത്യാവശ്യം നല്ല രീതിയിൽ മൊരിഞ്ഞ് കിട്ടുന്ന രീതിയിൽ നല്ലോണം ഫ്രൈ ആയി മൊരിയുന്ന രീതിയിൽ എടുക്കണം. മൊരിയുന്ന രീതിയിൽ എടുത്താൽ മാത്രമേ നമുക്ക് അതിലേക്ക് പഞ്ചസാര ലായനി ഇടുമ്പോൾ പഞ്ചസാര ലായനി ഇത് സക്ക് ചെയ്തെടുക്കുള്ളൂ. അല്ലെങ്കിൽ മൊരിയാണ്ടിരുന്ന് കഴിഞ്ഞാൽ അത്രയും പഞ്ചസാര ലായനി അതിലേക്ക് കയറില്ല, നമുക്ക് മധുരം കുറവായിട്ട് തോന്നും. അപ്പോൾ എന്തായാലും നമ്മൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അടുത്ത സ്റ്റെപ്പ് ചെയ്ത് നോക്കുക എങ്ങനെയാണ്. പഞ്ചസാര ഇവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പഞ്ചസാര നല്ലോണം ലായനിയാക്കി എടുക്കുക. ഒത്തിരി കാരമലാവേണ്ട ആവശ്യമില്ല, ഒത്തിരി കാരമലായിപ്പോകേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിൽ പഞ്ചസാര മൊത്തം അലിഞ്ഞ് ചെറിയൊരു കട്ടിയാവുന്ന രീതിയിൽ എടുത്താൽ മതി. ഒത്തിരി ബ്രൗണിഷ് ഒരു കാരമൽ കളറാവേണ്ട ആവശ്യം നമുക്കില്ല.
ഇപ്പം നമ്മൾ ജിലേബി വറുക്കാനുള്ള എണ്ണ ഇവിടെ ചൂടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായ ശേഷം നമുക്ക് ഇതിലേക്ക് ജിലേബി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കവറാണ് എടുത്തേക്കുന്നത്. ഒരു സൈഡ് ഇതുപോലെ നല്ലോണം കീറുക, എന്നിട്ട് ഈ എൻഡ് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഇതിലേക്ക് നമ്മളുടെ ഇത് ജിലേബിക്കുള്ള പൊടി നിറച്ച ശേഷം നമുക്ക് ഈ തുമ്പ് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇടാം. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം ചെയ്യേണ്ടത്. സാധാരണ പാൽ കവറിൽ ഇതുപോലെ സാധനം കട്ട് എടുക്കുക, അത്രയുള്ള പരിപാടി. അപ്പോൾ സാധാരണ പാൽ കവറിലാണ് നമ്മളിത് ചെയ്യുന്നത്. സാധാരണ പാൽ കവർ എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഒരു സൈഡ് കട്ട് ചെയ്ത ശേഷം അതിലേക്ക് നമ്മളുടെ ഈ എടുത്തിരിക്കുന്ന മാവ് നിറക്കുക, എന്നിട്ട് അതിന് ശേഷം ഈ കാണുന്ന തുമ്പ് കട്ട് ചെയ്യുക, എന്നിട്ട് ആ ഷേപ്പിൽ ഇട്ട് കൊടുക്കുക. ഇത്രയുള്ള പരിപാടി. അപ്പോൾ എന്തായാലും നമുക്ക് ചെയ്യാതെ ഇവിടെ നമ്മളുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മളുടെ ജിലേബിക്കുള്ള സംഭവം ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഷേപ്പിൽ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക. നല്ലോണം മൊരിഞ്ഞ് വരും. ഇതിൽ നമുക്ക് ഒരെണ്ണം കൂടി ഇടാനുള്ള ഗ്യാപ്പുള്ളൂ. നമ്മളുടെ വലിയ ചീനച്ചട്ടിയോ അല്ലെങ്കിൽ പാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 or 3 സംഭവം ഒരുമിച്ച് ഉണ്ടാക്കാം. അപ്പോൾ കണ്ടോ നല്ലോണം കണ്ടോ. അപ്പോൾ എണ്ണയിൽ കിടന്ന് നല്ലോണം മൊരിച്ചെടുക്കുക. നല്ലോണം മൊരിച്ചെടുത്ത സംഭവം നമുക്ക് നല്ലോണം മൊരിയണം. പിന്നെ അതുപോലെ തന്നെ മൈദപ്പൊടി ഇപ്പോൾ നമ്മൾ 2 കപ്പ് നമ്മളുടെ മാവാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു കപ്പോളം നമ്മളുടെ മൈദപ്പൊടി ഇടണം നല്ലതായിരിക്കും. എങ്കിലേ അതിന് കുറച്ച് കട്ടി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇത് നമ്മൾ പഞ്ചസാര ലായനി ഇടുമ്പോൾ ഭയങ്കര സോഫ്റ്റായി പോകും. അപ്പോൾ മൈദപ്പൊടി ആവശ്യത്തിന് ചേർക്കുക. ഇതാണ് നമ്മളുടെ ജിലേബി ഉണ്ടാക്കുന്ന പ്രോസസ്സ്. ഇവിടെ വലിയ ഷേപ്പൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്, ബേക്കറിലെ പോലത്തെ ഷേപ്പൊന്നും പ്രതീക്ഷിക്കരുത്. എങ്കിലും നമ്മൾക്ക് വലിയ ഹാനികരമായ പ്രിസർവേറ്റീവ്സോ അല്ലെങ്കിൽ ഇപ്പോൾ പഞ്ചസാര അതിന് പകരം വേറെ എന്തെങ്കിലും ഇവർ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊക്കെ പകരം പിന്നെ കളറ് അതിനൊക്കെ പകരം നമ്മൾക്ക് ആരോഗ്യപരമായി ജിലേബി തിന്നണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വീട്ടിലുണ്ടാക്കിയെടുക്കാം. ശരിക്കും പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 200 രൂപ 250 രൂപയ്ക്കാണ് 1 കിലോക്ക് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഏകദേശം എനിക്കറിയില്ല, എങ്കിലും ഒരു 150 രൂപ 200 250 ഇവർ ചാർജ് ചെയ്യുന്നത് ബേക്കറികളിൽ. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഏകദേശം ഒരു 100 രൂപ പോലും നമുക്ക് ചിലവാക്കില്ല നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ അത്രയ്ക്ക് സിമ്പിളാണ് ഈ സംഭവം ഉണ്ടാക്കാൻ. പറഞ്ഞാൽ നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മൊരിഞ്ഞ സാധനം നമുക്ക് നേരെ ഇവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ ഈ സൈഡിൽ വെച്ചേക്കുന്ന പഞ്ചസാര ലായനിലേക്ക് ഇടുക. പിന്നെ അത് കുറച്ചിന് മുക്കിയിടുക. ഏകദേശം ഒരു മിനിറ്റോളം അത് മുക്കിയിടണം. 1 മിനിറ്റിന് ശേഷം നമുക്കതെടുത്ത് ലായനിയിൽ നിന്ന് മാറ്റാം. അപ്പോൾ കണ്ടോ നമ്മളുടെ ഒന്നാന്തരം ജിലേബി നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ജിലേബിയാണ്. ജിലേബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള പരിപാടി ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ജിലേബി ഉണ്ടാക്കിയെടുക്കാം. ഏകദേശം ഒരു 15 മിനിറ്റുള്ള നമുക്ക് ജിലേബി റെഡിയാവും. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കഴിച്ചിട്ട് നമ്മളോട് അഭിപ്രായം പറയണം. എങ്ങനെ ഉണ്ടെന്നുള്ള അഭിപ്രായം പറയണം, കമൻറ്റ് അയക്കണം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫോളോ ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, എല്ലാ നോട്ടിഫിക്കേഷനും വരും. അതുപോലെ തന്നെ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നമ്മൾ പ്രീമിയറായിട്ട് ഇടുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മൾ വീഡിയോസ് ഇടുന്നതിന് മുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. ആ നോട്ടിഫിക്കേഷൻ കണ്ട് പ്രീമിയർ ഇടുമ്പോൾ പ്രീമിയറിൽ എല്ലാവരും പ്രീമിയർ തന്നെ കണ്ട് അതിൽ കമൻറ്റ്, ലൈവ് കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എല്ലാം പറയണം. അപ്പോൾ എന്തായാലും ജിലേബി കഴിച്ച് നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്നുള്ളത്. അത്യാവശ്യം കളറും കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ കടയിൽ ഉണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെ ഉണ്ട്. സംഭവം കൊള്ളാം. എവിടെ നമ്മൾ കടയിൽ ആ ഒരു കളറിൻ്റെ ചുവ, ഇപ്പം നമ്മൾ ഭയങ്കര കളറിൻ്റെ ഒരു ചുവ ഉണ്ടാവും, അതൊന്നും ഇതിലില്ല. അടിപൊളിയാണ്, കൊള്ളാം. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.